ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ HZ. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ വെൽക്കം മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചാലു, സാനി, ഹാനി 3 പേരും ഇല്ല. കാരണം അവരെല്ലാവരെയും വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ 3 പേര് മാത്രം യാത്ര ചെയ്യുന്ന ഒരു ഷോർട്ട് വെക്കേഷനാണ്. അപ്പോൾ അത് കാരണം അവരെ വീട്ടിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്കൊന്ന് പോവാണ്. അപ്പോൾ നാട്ടിൽ പോയിട്ടൊരു കല്യാണം കൂടാനുണ്ട്. ആരോടും പറഞ്ഞിട്ട് ഇതിലൊരു സർപ്രൈസ് വിസിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ നാട്ടിൽ പോയിട്ട് കല്യാണം കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി പോകണം. ഓൾറെഡി ഞങ്ങൾ എയർപോർട്ടിലെത്തി, ബോർഡിംഗ് പാസ് എല്ലാം വാങ്ങിച്ചു. ഇനിയിപ്പോൾ ഗേറ്റിലേക്ക് പോവാണ്. ഓക്കെ, ഗേറ്റ് പോകുന്നതിന് മുമ്പായിട്ട് മെട്രോ കയറാൻ വേണ്ടി നിൽക്കുന്നത്. കാരണം ഗേറ്റ് കുറച്ച് ദൂരെയാണ്. അപ്പോൾ മെട്രോയിൽ കയറിയിട്ട് പോവാം. ഓക്കെ, കാരണം പിള്ളേരെ ചാലു, സാനി, ഹാനി അമ്മൂൻ്റെയും നൗറിൻ്റെയും കൂടെയാണ്. അവരിപ്പോൾ വിളിച്ചിരുന്നു. അവരിപ്പോൾ പാർക്കിൽ എൻജോയ് ചെയ്യാണ്. അതെ, അത് കാരണം അവർ കുറച്ച് ഇതുണ്ടാവും. പിന്നെ എന്തായാലും ഞങ്ങൾ ചെറിയ ഇതല്ലേ, പെട്ടെന്ന് തിരിച്ചു വരും. അപ്പോൾ അത് കാരണം അവർക്കും അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ബാക്കി ആഴ്ച ഓൾറെഡി ബോർഡിങ് എടുത്തു, കയറി. നമ്മൾ കണ്ടില്ലേ, ഇത് നമ്മളെ കൂടെ കിട്ടിയൊരു ഫ്രണ്ടാണ്. ആൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് കൂടിയതാണ്. കണ്ടില്ലേ, ഷിമിയും ബേബിയൊക്കെ അവരായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ കയറാം. കുറച്ചേരായി നമ്മൾ ഗേറ്റിലാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി 6:30 നമ്മളിവിടെ ഉള്ളിൽ കയറി. ഇനിയും 1 മണിക്കൂർ സമയമുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്ലൈറ്റ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഞങ്ങളുണ്ടല്ലോ ഏറെക്കുറെ എല്ലാവരും കയറി കഴിഞ്ഞു. ഇനി സോൺ നമ്പർ 4 വിളിച്ചു. അപ്പം ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങളാണ് കയറാൻ പോകുന്നത്. അല്ലേ ബേബി? അല്ലേ, ഞങ്ങൾ കയറാൻ പോകുന്നു. ബേബി ഇതവിടെ ഓടി കളിക്കുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫ്ലൈറ്റിൽ കയറാം. കേറണ്ടേ? ഇല്ലേ, അതെ, നമ്മളിപ്പോൾ ബോർഡായി. ഓൺ ബോർഡാണ് ഇപ്പോൾ ഉള്ളത്. ബേബിയാണ് ലാസ്റ്റ് ഇരിക്കുന്നത്. ഇല്ലേ, എനിക്ക് ശേഷം പിന്നെ ഞാൻ ഇരുന്ന പ്രവർത്തനം എന്തൊക്കെയോ തിരയുന്നുണ്ട്. എന്താണ് നോക്കുന്നത്? ഹെഡ്ഫോൺ ഇതേ പൊട്ടിക്കുന്നത്. ഹെഡ്ഫോൺ ഇനി കാർട്ടൂൺ കാണാനുള്ള ഉദ്ദേശത്തിലാണ്. അവിടെ ആ സൈഡിൽ കുത്തണത് അവൾക്ക് പിടിച്ചില്ല. ആ സൈഡിൽ കുത്താൻ പാടില്ല. അതല്ല, ഇവിടെ കുത്തണതാണെങ്കിലും ഓക്കെ. ഫ്ലൈറ്റ് മാറി മലേഷ്യയിൽ പോയപ്പോൾ അവിടെ ആയിരുന്നു. ഇത് ഫ്ലൈറ്റ് മാറി, ഇത് വേറെയാണ്. കുത്തുന്നുണ്ട് ആള്. ആ, യേശുദാസ്, ഇതെന്താ? ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ. അതെ, നന്നായി. മറ്റൊരില്ല. ആ, ശരി, സർപ്രൈസ് ആയില്ലേ. നമ്മ അപ്പോൾ യേശുദാസിനെയും കണ്ട്. ആരും ഞെട്ടണ്ട, യേശുദാസിൻ്റെ മുഖം മാറി എന്ന് എഴുതിയിട്ട്. അത് ആ യേശുദാസ് അല്ല, നമുക്ക് പരിചയമുള്ള യേശുദാസ്, പേരുള്ള വേറൊരാളാണ്. ഓക്കെ,
ഇനിയിപ്പോൾ എല്ലാവരും ഞെട്ടിവേ യേശുദാസ് ഇതല്ലല്ലോ, ഇവരിത് ഏത് യേശുദാസിനെ വിളിച്ചേ? വീഡിയോ സിനിമ കാണാനാണ് എനിക്ക്. അതന്നെ മാറ്റാൻ പറ്റില്ല, പരസ്യമൊന്നും മാറ്റാൻ പറ്റില്ല. ബേബിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ്ടില്ലേ? തുറന്നു നോക്കൂ എന്താണ്? അയ്യോ, കളർ പെൻസിലൊക്കെയാ അല്ല, തള്ളണതായിരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് കളിക്കുന്നത്? ഹാനിക്ക് കൊടുക്കുന്നത്, ഈ ആൾക്ക് അതിനുള്ള ആയിട്ടില്ല. എടുത്ത് വെച്ചാൽ ആള് ഭയങ്കര കാര്യമായിട്ട് സിനിമ കണ്ടോണ്ടിരിക്കും. എന്താ അതിന്റെ ലുക്കൊക്കെ, എക്സ്പ്രഷൻ ഒക്കെ മാറുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഫുഡ് വന്ന വണ്ടിയില്ലേ, ചൈൽഡ് മീലാണ് അവൾക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളത് ചൈൽഡ് മീലിൽ നിന്ന് കഴിക്കുന്നുണ്ടല്ലേ, അവൾ തന്നെ വലിയ ആളായി ഒറ്റയ്ക്ക് നിന്ന് കഴിക്കുന്നില്ലേ. കാർട്ടൂണും കാണുന്നുണ്ട്. നമ്മളുടെ ഹൈദരാബാദി ബിരിയാണി അതാണ് വന്നത്. അപ്പോൾ അതാണ് നമ്മൾ കഴിച്ചു. അവള് സെൽഫായിട്ടാ കഴിക്കുന്നത്. അയ്യോ പോയാ. ഇതെന്താ വേണം? ബേബിക്ക് കൊണ്ടുപോകുന്നതാ. അവള് ജ്യൂസാണ് ഇപ്പൊ എടുത്തത്. അതിൻ്റെ ഉള്ളിൽ കാണിച്ചതിനുള്ളിൽ കൊള്ളാലോ. ഒരു കിൻഡറിന്റെ ചോക്ലേറ്റ്, പിന്നെ ഒരു ബോക്സ് നെയിം, റാസ്ബെറി ഫിൽഡ്. കളിയെല്ലാം കഴിഞ്ഞ് നല്ല ഉറക്കത്തിലാണില്ല. മടിയൊന്നും ഉറങ്ങാൻ ഷിമി നല്ല ഉറക്കത്തിലാണ്. സിനിമ കണ്ടിരുന്നു, ഞാൻ തീരെ ഉറങ്ങിയില്ല. ഇനിയിപ്പോൾ പ്ലാൻ എന്താ വെച്ചാൽ പോകുന്ന സമയത്ത് വണ്ടിയിൽ കിടന്ന് ഉറങ്ങാന്നുള്ളതാണ്. നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ബേബിനവിടെ കിടത്തിയിട്ടില്ല. ബേബി ഇപ്പോൾ തലയണക്ക് വെച്ച് സൈഡിൽ കിടക്കുക. ശരിയാവണില്ല, എണീക്കുന്നുണ്ട്. തലയണക്ക് പോയി. ഫ്ലൈറ്റ് ഇറങ്ങി. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞതായിട്ട് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. പറയാനതിൽ ക്രിസ്മസിൽ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് മാത്രം നിർത്തിയതാണ്. ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാനാണ്. ഫോട്ടോ അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ലഗേജ് എടുക്കാൻ വേണ്ടി നിൽക്കണുണ്ടല്ലേ. ആ സമയത്ത് തൊട്ടടുത്ത് തന്നെ വാഷ്റൂമുണ്ട്. അപ്പോൾ വാഷ്റൂമിൽ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോകണം, എന്നിട്ട് വേണം ലഗേജ് എടുത്തിട്ട് പോകാൻ. പുറത്തവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെടുത്തതിന് ശേഷം ആദ്യം ഒന്ന് വാഷ്റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആവാം. അതിന് ശേഷം നമുക്ക് പോവാം. ഓക്കെ. ബേബി നല്ല ഉറക്കത്തിലാണ്. ബേബി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല.
നല്ല ഉറക്കത്തിലാണ് ആൾ. ഇമിഗ്രേഷൻ കഴിഞ്ഞതോ ലഗേജ് എടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയതോ ഒന്നും ആൾ അറിഞ്ഞിട്ടില്ല. നല്ല ഉറക്കത്തിലാണ്. ബാഗേജൊക്കെ വരണേന്ന് നോക്കിയിട്ടുണ്ടല്ലോ. നോക്കിയാൽ ചെയറിൽ ഇവിടെ ഇരിക്കുകയാണ് സുഖമായിട്ട്. ബേബി ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാം ബാഗേജ് വരണത്. അപ്പോൾ അത് വന്നേ നമ്മളെ ബാഗ് വന്നാൽ ഞാൻ ഇറങ്ങിപ്പോയി എടുത്താൽ പോരെ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രോളിയൊക്കെ പിടിച്ച് സുഖമായിട്ട് ഇവിടെ ഇരിക്കാം. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ വെച്ചു. നമ്മളിത് വണ്ടി കയറി ഉടനെ നമ്മൾ ഇവിടുന്ന് നമ്മളെ വണ്ടി കിട്ടിയണ്ടില്ലേ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പോവാണ്. ഓക്കെ, നമ്മളെ വീട്ടിലേക്ക്. യെസ്, വണ്ടി ഇവിടെ എയർപോർട്ടിൽ നിന്ന് തന്നെ ഓടിക്കണം. കണ്ടില്ലേ, അപ്പോഴാണ് സ്റ്റൈൽ. എല്ലാവരും കയറിയില്ലേ? കയറിയിട്ടില്ല? ബാങ്ക് കയറിക്കോ. അപ്പോൾ പോവാം. ബേബി ഇപ്പോഴും നല്ല ഉറക്കമാണ്. അവരിപ്പോഴും പുറത്തു നിന്നിട്ട് വിശേഷം പറഞ്ഞു നിൽക്കുക. എല്ലാവരും കണ്ടില്ലേ? വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങിക്കൂടെ? അതാണ് നമ്മൾ വീട്ടിലെത്തി. കണ്ടില്ലേ? ഇനിയിപ്പോൾ ലഗേജ് കാര്യങ്ങളെല്ലാം എടുക്കണം. ഓക്കെ, ലഗേജ് കാര്യങ്ങളെല്ലാം എടുക്കട്ടെ. എന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങണം. എന്നിട്ടാണ് ബാക്കി പരിപാടികൾ. ഉറക്കെഴുന്നേറ്റ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തിറങ്ങിയതാ ചിഞ്ചുവിൻ്റെ കൂടെ. കണ്ടില്ലേ? എന്നിട്ടൊരു ജ്യൂസൊക്കെ കുടിക്കാമെന്ന് കരുതി. അപ്പോൾ ഒരു മിൻലേമ കുടിച്ച് ബേബിയോടെ ജ്യൂസ് കുടിക്കാണ്ടില്ലേ? അതെ അതെ, ഇവള് കുളിച്ചിട്ടില്ല. ഇവള് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തന്നെ ലേറ്റായി. അപ്പം ഇനിയിപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കി പറയാം. ഓക്കെ, ഉറക്കെഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറി യെസ്, കല്യാണത്തിന് പോണ ടൈമാണ്. 12 മണി കഴിഞ്ഞ്. ഈ പെണ്ണുങ്ങളെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുങ്ങാനും ഒരുപാട് സമയം വേണം. ഞാൻ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്നറിയോ? പക്ഷെ ഇവരുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബി വരെ വണ്ടിയിൽ കയറിയിരുന്നു. കണ്ടില്ലേ? ഇവരിപ്പോഴും ഒരുങ്ങി റെഡി ആയിട്ടില്ല. ചിഞ്ചു വരാനും കൂടിയും ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോഴേക്കും കല്യാണത്തിൻ്റെ ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കാരണം ഇവിടുന്ന് നമ്മള് സർപ്രൈസ് ആയിട്ട് അങ്ങോട്ട് പോകുന്ന കരുതിയിട്ട് ഇതിപ്പോ ഫുഡ് കിട്ടുമോ? അതാണ് ഇപ്പൊ സംശയം. ഫുഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ റിസപ്ഷനിലേക്ക് കയറേണ്ടി വരും. എന്തായാലും നമുക്ക് ഏറെക്കുറെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയതിനു ശേഷം നമുക്ക് പുറത്തൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്ത് വെച്ച് പോയിട്ട് ഇപ്പോൾ നമ്മൾ പെണ്ണിൻ്റെ നിക്കാവും കാര്യങ്ങളും ഇതൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല. ഫുള്ള് ചടങ്ങുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാവരും പോകുന്നു, നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഒരുന്നു. അപ്പം അങ്ങനെ വേണ്ടില്ലേ? ഇവരുടെ ഡ്രസ്സ് കണ്ടില്ലേ? നാത്തൂൻസ് ഒരു സെയിം പാറ്റേൺ ആണ്. ഞാൻ വിത്ത് ഈ കളർ മാച്ചപ്പിച്ച് കണ്ടില്ലേ? ബാക്കിയുള്ളവരുടെ വണ്ടിയിലാണ്. ഓക്കെ, ഇത് സ്വന്തം ഷർട്ടാണ്. ഇത് ഫുള്ള് കഴുകി റെഡിയാക്കി തരുന്നത് കമ്പനിയാണ്. അതെ അതെ. അപ്പൊ നമുക്ക് ഇറങ്ങാല്ലേ? ഫസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാതിന് ശേഷം നമുക്ക് ഇറങ്ങാം. അങ്ങനെ 2 മണിയായ സമയത്ത് എത്ര മണിയായി? ഇത് സമയത്തായി എത്രയായി? 1:30 ഇപ്പൊ നമ്മള് ഇവിടെ കല്യാണത്തിന് വേണ്ടി പോകുന്നത്. നമ്മള് ഇതിപ്പോ കല്യാണ പരിപാടി റിസപ്ഷൻ ആവാനാണ് ചാൻസ് കൂടുതൽ. അതെ, ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടാക്കണത് പോലും അത് കുറച്ച് നേരത്തെ എത്തിക്കണം. ബാക്കി എന്ത് ലേറ്റ് ആയാലും കുഴപ്പമില്ല. കാരണം ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഓൺ ടൈമിൽ ഞങ്ങൾ എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. അത് ശരിക്കും പറന്നു പോകും. അപ്പൊ അതിന് സമയത്തിന് അവിടെ എത്തണം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ പോയാൽ എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോ അവിടെ പോയിട്ട് ഇനി ബാക്കി കാഴ്ചകൾ കാണാം. എന്തായാലും കുറെ സമയം എടുത്തെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒന്ന് ഒരുങ്ങി പുറത്തിറങ്ങി ഇറങ്ങി. അതെ, അപ്പോ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ് എന്താന്നുള്ളത് അവിടെ പോയിട്ട് അറിയാം. ചേറ്റുവ പാലത്തിലൂടെയാണ് ഈ പോകുന്നത്. ചേറ്റുവ പാലം.
യെസ്, ആ സൈഡിൽ പാലം പണി കിടക്കുന്നു. പുതിയ പാലം വരുന്നുണ്ട്. കണ്ടില്ലേ, ബേബി കുറച്ച് സീനായിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ബേബി കുറച്ച് സീനിലാണ്. ഇത് വീഡിയോ ഒക്കെ ചെയ്യണ സമയത്തുണ്ടല്ലോ, ഇവരെന്നിട്ട് പല ആളുകളും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മളത് എഡിറ്റ് ചെയ്യണ സമയത്ത് എന്ത് ചെയ്യണം, അതൊക്കെ കളയേണ്ടി വരും. അങ്ങനെ പ്രത്യേകിച്ച് റിച്ച് ചെയ്യണം. കണ്ടില്ലേ, കൊറേ ഉണ്ടാവും. അതാ പറഞ്ഞ, ആൾക്കാരെ കുറ്റം പറയാൻ പാടില്ല. എന്തിനങ്ങനെ ആൾക്കാരെ കുറ്റം പറയുന്നത്? അപ്പൊ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരി ശരി, നെജിയിൽ ഓൾറെഡി കണ്ടു. അമീനതേ നിൽക്കുന്നു. നെജീലതേ വായ തുറന്നിരിക്കുന്നു. കണ്ടില്ലേ, ഇതാരി വരുന്നത് എന്നുള്ള രീതിയിൽ. നെജീലതേ വരുന്നു. സർപ്രൈസ് 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 സർപ്രൈസ്. വേറെ സർപ്രൈസ് വരുന്ന ബാക്കില് ഞാനും സിമിയും മോളും മാത്രമേ ഉള്ളൂ. മറ്റൊരാടില്ല. എല്ലാരെയും കാണാൻ പറ്റിയില്ല വന്നോണ്ട്. ഇറങ്ങി വാ. എല്ലാരും ഞെട്ടിയില്ലേ? എല്ലാവരും ഞെട്ടി. നീ എന്താന്ന്? എല്ലാവരും നല്ല ഇത്തൊക്കെ എവിടെ എവിടെ ഒരു വണ്ടി എല്ലാവരും നല്ല ഞെട്ടലാണ്. ചെക്കൻ്റെ പെണ്ണിൻ്റെ കൂടെ അത് വരട്ടെ. വിളിക്കണ്ട. രാവിലെ അസ്സലാമലൈക്കും. എന്താണ് മോനെ, സുഖല്ലേ? ഞങ്ങൾ വണ്ടി ഒന്ന് ഇറങ്ങിയതുള്ളൂ. ഞങ്ങള് ലേറ്റായി. നിന്നെ കാണിച്ചു. എല്ലാവരെയും കാണിച്ചു. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. പൊട്ടിച്ച് കണ്ടില്ലേ, അവള് നേരത്തെ കയറി മിനീസിന്റെ കയ്യിലെത്തിയാണ്ടില്ലേ. വരൂന്ന് പറഞ്ഞ അതെത്ര ഉണ്ടെങ്കിലും വരും. ഓൾറെഡി അവിടെ കേറി. അങ്ങനെ ഞങ്ങള് കല്യാണത്തിൽ എത്തിയാണ്ടില്ലേ. കുറച്ച് ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മള് എത്തുമെന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ എന്തായാലും പക്ഷേ ചാലു താനി ഹാനിയില്ല. ഞങ്ങൾ മാത്രം തിരിച്ചു ഉള്ള വിശേഷങ്ങളാണ് അല്ലേ. ഇനി അടുത്തത് ഫുഡ് കഴിക്കാന്നുള്ള പരിപാടിയാണ്. എല്ലാവരും ഇരുന്നു. അപ്പം ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കാം. ഫുഡ് കഴിക്കാം.
ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കണ്ടില്ലേ? അപ്പം നമ്മൾ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിക്കും. കണ്ടില്ലേ? ചിമ്മി ബേബിയും കൂടി ഇത്ര കഴിച്ചു. സാധനം വയറൊക്കെ ചാടി. ഞാൻ വയറുള്ളിലേക്ക് പിടിച്ചു വേണ്ട. അപ്പോൾ നമ്മൾ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി കൈ കഴുകി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആളുകളെയും കൂടി കാണാൻ ബാക്കിയുണ്ട്. അവരെയും കൂടി കാണാം. ഒരു മാക്സിമം ആളുകളുടെ എക്സ്പ്രഷൻ എടുക്കാൻ നോക്കി. പക്ഷേ കുറച്ച് പേരെ എക്സ്പ്രഷൻ കിട്ടിയുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെ എക്സ്പ്രഷൻ വീഡിയോസിലാണ് എടുക്കാൻ പറ്റില്ല. പെണ്ണും ചെക്കനും ഇറങ്ങാൻ നിൽക്കുകയാണ്. നമുക്കിതിലൂടെ നിന്ന് ചാടാൻ നോക്കിയപ്പോൾ പറ്റിയില്ല. കാരണം നമ്മൾ രണ്ടുപേര് മാത്രം ഇപ്പം ഇങ്ങനെ നോക്കി പിന്നെ യാത്ര ആക്കുകയാണ്. അത് നമ്മൾ ഫോട്ടോ എടുത്തേണ്ടല്ലോ, അത് ആർക്കും ഹാപ്പി ആയിട്ടില്ല. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഒന്നും കൂടെ ഫോട്ടോ എടുക്കാന്നുള്ളതിലാണ്. അതെ അതെ അതെ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എല്ലാവർക്കും. അത് കാരണം നേരെ അങ്ങോട്ട് സ്റ്റേജിൽ പോയി ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഒക്കെ ആ കാരണം എന്തായി, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു ഫോട്ടോ പോലും കിട്ടിയില്ല. അപ്പൊ എന്തായാലും ചെക്കനും പെണ്ണും ഡ്രസ്സ് മാറുന്നത് വീട്ടിൽ ഓൾറെഡി പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ട് സംസാരിച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അവിടെ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ടുള്ള പുതിയൊരു നല്ലൊരു ഫോട്ടോ എടുക്കാം. അവിടെ ആകുമ്പോൾ അധികം ആളുകളുടെ ഡിസ്റ്റർബൻസ് ഇല്ല. നമുക്ക് നല്ല സുഖമായിട്ട് ഫോട്ടോ എടുക്കാം അല്ലേ? യെസ്. അപ്പൊ അതാണ് നല്ലത്. നമുക്ക് ഡ്രസ്സ് മാറണം. നമുക്ക് ഈ ഡ്രസ്സിൽ തന്നെ മതി. നമുക്ക് വേറെ ഡ്രസ്സ് പോകണില്ലല്ലോ. വേറെ ഡ്രസ്സ് ഇല്ലല്ലോ. അതെ അതെ, നമ്മുടെ ചരിത്രം അങ്ങനെയാണ്. നമ്മൾ ഡ്രസ്സ് മാറാനും ഒരുങ്ങാനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സമയമൊന്നും പോരാ, നല്ല സമയം വേണം. അപ്പൊ അത് കാരണം നമ്മൾ ഡ്രസ്സ് മാറിയില്ല, അവർ ഡ്രസ്സ് മാറിയതിൻ്റെ ശേഷം നമുക്ക് അവരുടെ ഫോട്ടോ എടുക്കാം. അങ്ങനെ നമ്മളെന്തായി വീട്ടിലെത്തി. അവിടെ ചെക്കനും പെണ്ണും എന്തായാലും ഇപ്പോൾ അവിടെ ഡ്രസ്സ് മാറൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും നമുക്ക് എന്താക്കാം, വീട്ടിൽ നിന്ന് എല്ലാവരെയും കണ്ട്, എല്ലാവരും ഇപ്പോൾ അവിടെ കണ്ടതാണ്, എന്നാലും എല്ലാവരും ഒന്ന് കണ്ട് നമുക്ക് എന്താക്കാം യാത്ര പറഞ്ഞുതരാം. പക്ഷെ ഞാൻ കുറേ ആളുകളെ കാണാത്തവരുണ്ട്. താഹിറ, ബഷീർ, അങ്ങനെ ഒരുപാട് പേര് പിന്നെയും ബാക്കിയുണ്ടായിരുന്നു കാണാൻ. റിഫ്നാസ്, ഇവരൊക്കെ എവിടെ? ഇവരൊന്നും കണ്ടില്ലല്ലോ. നമ്മുടെ വീട്ടിൽ വന്നു. കാരണം ചെക്കനും പെണ്ണും ഇവിടെ ഉണ്ട്. ചെക്കനും പെണ്ണും ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ്. വില്ലിപ്പോണ്ടിരിക്കുന്നത്. അറിയോ ഉപ്പാ? ആരെന്നറിയോ? ഇന്നലെ രാത്രി ഇവിടെ പരിപാടികൾ നടക്കായിരുന്നു. ആ സമയത്ത് അവൾക്ക് കയറി പരിപാടിയൊന്നും ഇതാക്കാൻ പറ്റില്ല. ബാക്കിൽ നിന്ന് ഭയങ്കര ലൈറ്റാ. അപ്പോൾ അത് അവള് ഇപ്പോൾ സ്റ്റേജിൽ കയറി കളിക്കുന്നുണ്ട് ഇടയിൽ. നല്ല അനൗൺസ്മെന്റ് പോണ ഇടയിൽ. എന്താ പേടിച്ചാ? വിളിച്ചു പറഞ്ഞ പേടിച്ചാ? മൈക്ക് ഇത്ര സൗണ്ടിലൊക്കെ കല്യാണത്തിന് ഞാൻ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഞാനെത്തി. അത് ഇത്രയും ലോങ്ങിന്ന്. അതെ, ഇത്രയും ലോങ്ങിന്ന് കൊറേ നാള് മുമ്പ് എന്ന് പറഞ്ഞാല് സൈക്കിളൊക്കെ ചവിട്ടണ സമയത്താണ് ഈ പാലം വഴി വന്നിട്ടുള്ളത്. വില്യംസ് പാലം, ബ്രിട്ടീഷുകാരുണ്ടാക്കിയുള്ള പാലൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ കയറി പോവാൻ പറ്റും എന്നുള്ള കാര്യമാണ്. എല്ലാതും കറക്റ്റായിട്ട് പോവോ എങ്കിൽ മാത്രമേ. വെയിറ്റ്, ഇതൊരു പാലത്തിപ്പ് കയറണേ. ആരും മിണ്ടരുത് പ്ലീസ്. ഇതൊരു പാലത്തിപ്പ് കയറണം പ്ലീസ്. പാലത്തിമ്മ കയറി. യെസ്, ഭാഗ്യം. അങ്ങനെ പാലത്തിമ്മ കയറി. രക്ഷപ്പെട്ടു. എന്നെ രക്ഷപ്പെട്ടു. യെസ്, ഇനി നമുക്ക് ഹാളിലേക്ക് പോവാം. ഹാള് ആ ഭാഗത്താണ് ഗൈസ്. നേരെ അവിടെയാണ് ഹാള്. ഇപ്പൊ നിങ്ങൾ അത്ഭുതപ്പെടും എങ്ങനെയാണ് നമ്മൾ ഈ റൂട്ടിലേക്ക് കയറിയെന്നുള്ളത്. യെസ്, ഷോർട്ട് കട്ട് ഉപയോഗിച്ചു.
പെണ്ണിന്റെ ചെക്കൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ട് ചെക്കൻ്റെ കൂടെ മാത്രം ഫോട്ടോ എടുത്ത് പോന്നു. പെണ്ണ് ഒരുങ്ങിയിട്ടില്ല. അത് എല്ലാ കല്യാണത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം പെണ്ണുങ്ങളുടെ ഒരുക്കങ്ങൾ കുറച്ച് കൂടുതൽ നേരം ഉണ്ടാവും. അപ്പൊ എന്തായാലും നമ്മൾ റിസപ്ഷന്റെ അവിടെ പോയിട്ട് അടുത്ത ഒരു ശ്രമം കൂടി നടത്താം കിട്ടുമെന്നുള്ളത്. അപ്പൊ ഇതാണ് സാബിൽ പാലസ്. പണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോ റോഡ് പണിയോടനുബന്ധിച്ച് എന്തായി, സ്ഥലം റോട്ടിലിടാൻ പറ്റൂലേ? പണി നടക്കുകയാണ് അവിടെ. അപ്പൊ ഓക്കെ, അപ്പൊ അങ്ങോട്ട് റോട്ടിൽ ഞങ്ങളിവിടെ ഇറങ്ങും. ഞങ്ങളെ ഫ്രണ്ടിൽ ഇറക്ക്. അതെ, ഫ്രണ്ടിൽ ഇറങ്ങുള്ളൂ. അതെ, ഫ്രണ്ടിൽ ഇറക്ക്. ആ അപ്പൊ ഞങ്ങള് വണ്ടി അവിടെ റോട്ടിലിടാൻ വേണ്ടി പറഞ്ഞു ഞങ്ങളോട്. പക്ഷെ ഞങ്ങള് ഇറങ്ങാൻ വേണ്ടിട്ട് ഞങ്ങള് ഫ്രണ്ടിൽ തന്നെ എന്താക്കി ഒന്ന് ടച്ച് ചെയ്തേക്ക്. ഇനി എന്താക്കാം, എന്നെ ഇറക്കാൻ വേണ്ടിട്ട് ആളിത് വരുന്നു. ഞാൻ വണ്ടി ഒന്ന് മുട്ടിയിട്ട് ഇതാക്കായിരുന്നു. താങ്ക് യു. എന്നെ ഭയങ്കര സ്വീകരണം എനിക്ക് കണ്ടില്ലേ, എന്താ ചെയ്യാൻ. അപ്പൊ നമ്മള് ഇനി ഇതിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അമ്മായി മാമയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ചിഞ്ചു വന്നിട്ട് വേണം ഞാൻ കണ്ട് കയറാൻ. ഞാൻ അപ്പൊ അങ്ങനെ ജ്യൂസ് കളർ മാറി അടിക്കാനല്ലേ, ഷുഗറൊക്കെയാണ്. ചിഞ്ചു വരുന്നില്ലേ? നമ്മള് കേറുന്ന സമയത്ത് ഉള്ള ജ്യൂസ് പല ഞങ്ങള് കേറി പല ജ്യൂസുകളൊക്കെ ട്രൈ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. നിങ്ങൾ ഏത് കളറാണ് എടുക്കാൻ പോകുന്നത്? എല്ലാം ഫ്രഷ്. ഞാൻ ആദ്യം ഇതാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് ഗൈസ്. ഷിമി പല കളർ എടുക്കുന്നുണ്ടല്ലോ. ഷിമി പച്ച നോക്കൂ. ഓക്കെ, ടേസ്റ്റ് ഉണ്ടാ. ഇതാണ് വാട്ടർമെലനാ? ഞാനൊരു വാട്ടർമെലൻ കൂടി എടുത്തു. ഒരു വാട്ടർമെലൻ കൂടി ട്രൈ ചെയ്യാൻ. മാമാനെ അമ്മായിനെ കറക്റ്റായിട്ട് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പം മാമയെ അമ്മായി നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി വീഡിയോ എടുത്തോ. മാമയെ അമ്മായി സ്വീകരിക്കാൻ മാമയെ അമ്മായി കുറേ മുമ്പ് വന്നിട്ടുള്ളതാണ് ഈ സാബിൽ പാലസ്. മുമ്പ് കുറെ പ്രാവശ്യം അവരൊക്കെ സാരിയാണ് ചെക്കനെ പെണ്ണിനെ കയറ്റാനുള്ള കൊട്ടുംപാട്ടുകാർ ടീംസൊക്കെ എത്തിയിട്ടുണ്ട്. സാധാരണ ഇവരൊക്കെ കിട്ടുക പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഭയങ്കര വളർന്നു വരുന്ന ഭാവിയിലെ ബിസിനസ് ഡോണാണ്. വളർന്നു വരുന്ന ബിസിനസ്സുകാരനാണ്. ബാക്കി അടുത്ത ഇതിലെ ഭരണം വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ബാക്കിയുള്ള കടകളൊക്കെ ആയിട്ട് ബിസിനസ് നമുക്ക് കാണിച്ചു കൊടുക്കാം. അല്ല, കുട്ടിക്ക് കല്യാണം കഴിഞ്ഞപ്പോ തിരിച്ചു വരണേ ഇല്ല. മടി ഉണ്ടാവും. പക്ഷെ ഞാൻ വന്നവിടെ തന്നെ ചോദ്യം ചോദിച്ചു,
തിരിച്ചു തന്നെ അത് ചോദിച്ചപ്പോൾ കൊണ്ടുണ്ടാവും ഞാനൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ ചോദിക്കും തിരിച്ചു പോണേ കേട്ടാലൊരു ദേഷ്യാണ്. ഞാൻ വന്നോടെ തന്നെ കണ്ടോളും ചോദിച്ചു സമാധാനം കാരണം ഭക്ഷണം കഴിച്ചതാണ് അവിടെ റൈസ് ഫ്രൈഡ് റൈസ് അങ്ങനെ വെച്ചു ഇപ്പൊ കേറൂല ബിരിയാണി ഇപ്പൊ കഴിച്ചു റിസപ്ഷൻ അല്ലത് അല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടല്ലോ ബട്ടൂരി ചിക്കൻ കറി ചായ കേക്കൊക്കെ അങ്ങനത്തെ ഞാൻ ഉദ്ദേശിച്ചത് ഇതിവിടെ റൈസ് ചോറ് കറി ചിക്കൻ കറി ഇതൊക്കെ കറി ഇപ്പൊ ചോറ് ലൈറ്റ് ആയിട്ടൊന്നും കഴിക്കാൻ പറ്റിയൊന്നുമില്ല. വേണം നമുക്ക് ഒരു കാര്യം ട്രൈ ചെയ്യാം പോണ സമയത്ത് കുറച്ച് വാട്ടർമെലൻ വേറെ കളർഫുൾ അത് രണ്ടെണ്ണം ട്രൈ ചെയ്തു, ഒരെണ്ണാണ് മിസ്സാക്കിയത്. 3 ഉണ്ടായിരുന്നു, ഗ്രേപ്സും കൂടി ഉണ്ടായിരുന്നു, മിസ്സാക്കി. ഈ അവിടുന്ന് ആളുകൊണ്ട് കേറുന്നില്ല, ആ ഒരു തിരക്കാരൻ ഞാൻ തീർക്കും എന്നുള്ളതാണ് എനിക്ക് സംശയം. സാധാരണ പറഞ്ഞിട്ട് നടക്കണ മാറ്റം അടുത്താണ് വന്നോ തന്നെ കാണിച്ചിട്ട് ടീച്ചറെ വിളിച്ച് നോട്ടീസ് വിളിച്ചു ഇത് ഒരാൾ കൂടി നെഞ്ചിനെ വരും പോയാ മതി. നെഞ്ചിയിലാണ്ടില്ലേ ഫുൾ ഡ്രസ് ബാക്ക് സൈഡ് ഫുൾ കല്ലാണ് സ്റ്റോൺ വർക്ക്. ഫുൾ സ്റ്റോൺ വർക്കാണിത്. അല്ല നെജില അവളുടെ കല്യാണത്തിന് ശേഷം തിളങ്ങി വന്നൊരു കല്യാണമാണ്. ഫുൾ സ്റ്റോൺ വർക്കുള്ള സാരി അത്ര തിളങ്ങി കണ്ടിട്ടില്ല. മോശമായി നെജില, മോശമായി. മാത്രം സ്പെഷ്യലാക്കി ബിന്ദുവിനെ വിളിച്ച് വീട്ടിൽ കയറിയ സമയത്ത് കറക്റ്റായിട്ട് തീർക്കാൻ പറ്റില്ല. കാരണം ഫുള്ള് തിരക്കായിരുന്നു. ബിന്ദുവിന്റെ കല എങ്ങനെ ഉണ്ടെന്ന് കമന്റിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ചെക്കനും പെണ്ണും ദേവൻ ചെക്കനും പെണ്ണും ദേവൻ നമ്മളതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഒരു ഫോട്ടോ കൊടുത്ത് വേഗം ഇറങ്ങി. ഐസ്ക്രീം വേറെ കുട്ടി കൊടുത്താ സ്നേഹം. അമ്മായി സ്നേഹം. അപ്പോൾ നമ്മളുടെ കല്യാണച്ചക്കനെ കണ്ട് അവിടെ പ്രോഗ്രാംസ് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങിയാണ്ടില്ലേ. അപ്പോൾ യാത്രകളൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞു ഇനി മെല്ലെ ഇവിടുന്ന് ഇറങ്ങാം. കാരണം നമുക്കിനി കുറച്ച് പരിപാടികൾ ഇവിടെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്കിനി തിരിച്ച് പറക്കാൻ.
അപ്പോൾ നമ്മളെ ഹാളിൽ നിന്ന് നമ്മൾ ഇറങ്ങി. നമ്മളുടെ വണ്ടി ചിഞ്ചോടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വണ്ടിയിൽ കയറാം. കാരണം ഏറെക്കുറെ നോക്കൂ, ഇതാരും മനസ്സിലായില്ലേ ഇഷാദ്? എന്താണ് വിശേഷങ്ങൾ? ഇതാണ് യൂട്യൂബ്. നിന്നെ സിനിമയിലെടുത്തു. അതെ, അങ്ങനെ ആ ഭാഗ്യം നിനക്കുണ്ടായിരിക്കും. കുറേ നാള് ശ്രമിച്ചു നിന്നെ സിനിമയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവനെ സിനിമയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഇവനിക്കും ആ ചാൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇവനെ സിനിമയിൽ എടുത്തു. കുട്ടികൾ ഇവിടെ മാത്രമേ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ളൂ. ബാക്കി ആരും വന്നിട്ടില്ല. ബാക്കി എല്ലാം അവിടെ ഞങ്ങൾ മാത്രമായിട്ട് നമുക്ക് വേഗം വണ്ടിയിൽ കയറാം. ഫുള്ള് ടയേർഡായി എന്ന് പറഞ്ഞാൽ ഭയങ്കര, ബേബിയാണെങ്കിൽ ഭയങ്കര ടയേർഡായി. ഇനിയപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റെസ്റ്റ്. ഇനിയിപ്പോൾ ഇവിടെ തന്നെ റെസ്റ്റ് എടുക്കാൻ പറ്റില്ലേ? പാടപ്പള്ളി ഇറങ്ങണം. ഓ ശരിയാ, ഇതിൻ്റെ എടുക്കാനല്ലേ? പടച്ചവനെ, അപ്പോൾ റെസ്റ്റ് എടുത്തത് പോരാ, എനർജി ഇനിയും കയറ്റേണ്ടിയിരിക്കുന്നു. ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. സുധാ സിൽക്സ് അതിന്റെ ഫ്രണ്ടിൽ ഗേറ്റ് അവിടെ ഉള്ളതിൽ കാണുന്നുണ്ട്. നമ്മള് വൈമാളിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു. ശരിക്കും വൈമാളിൽ കയറി ഒരു ചെറിയൊരു ഷോപ്പിംഗ്, അത് കഴിഞ്ഞിട്ട് വൈമാളിൽ എന്തൊക്കെയോ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റുഡിയോയിലൊന്ന് കയറണം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് പോകാന്നുള്ള പരിപാടിയാണ്. അപ്പോൾ എന്താ, വൈമാളിൽ നിന്ന് ഒരുപാട് തിരക്ക് കാണുന്നുണ്ട്. നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തു. നമുക്ക് പോയി നോക്കാം എന്താണ് ക്രിസ്മസ് ആയിട്ട്. ഇന്ന് ക്രിസ്മസ് ആണല്ലോ. ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി എന്നുള്ളത് ഇവിടെ. അല്ലേ, ലിഫ്റ്റ് ഇറങ്ങിയപ്പോൾ എന്താ തിരക്ക് വൈമാളിൽ കണ്ടില്ലേ? എന്താ ശരിക്കും പറഞ്ഞാൽ പിള്ളേരുടെ പ്രോഗ്രാംസ് നടക്കും. നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക പോകാന്നുള്ളത് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും വന്ന സ്ഥിതിക്കൊന്ന് നോക്കാം, ട്രൈ ചെയ്യാം. ഇവിടെ വൈമാലിൽ ക്രിസ്മസ് ആയിട്ട് സാന്റകളുടെ പരിപാടിയാണ്. നല്ല ഉറക്കത്തിലാണ്. നല്ല പരിചയമുള്ള കുട്ടി. കുട്ടികളുടെ സൺസ്ക്രീനാ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ചോദിച്ചു നോക്ക്. ലുലുന്ന് ഭയങ്കര പർച്ചേസിങ് കഴിഞ്ഞു. കോക്രോച്ച് വാങ്ങിച്ചത്. പാരഷൂട്ടിൻ്റെ ഇതും വാങ്ങിച്ചു. ചിഞ്ചു ഇതുവരെ പുറത്ത് ഇവിടെ നിന്നിരുന്ന ആൾ കാണില്ലല്ലോ. ഇപ്പോൾ അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങായിരുന്നു. ഇവിടെ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ ചിഞ്ചു എത്തിക്കണ്ടില്ലേ? ബേബി ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. ഇനി രാത്രി ഉറക്കൊക്കെ പോകും അതിൻ്റെത്. ബേബി നല്ല ഉറക്കത്തിലാണ്. രണ്ടെടുത്താ നല്ല ഉറക്കത്തിലാണ് ആൾ. അങ്ങനെ അടുത്തത് സിസ്റ്റേഴ്സ് രണ്ടും സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. അടുത്തത് സ്റ്റുഡിയോയിലേക്കാണ്. ഈ സമയമില്ലാത്ത സമയത്ത് ഇവർ എല്ലാ കടകളിലും കയറി ഇറങ്ങി ഷോപ്പിംഗ് ചെയ്യാൻ നിൽക്കുകയാണ്. സമയമില്ലാത്ത സമയത്ത് സ്റ്റുഡിയോ നിർത്ത സാധനമുണ്ട്. ഒരു ജാക്കറ്റ്, ഒരു ചെറിയ ടീഷർട്ടല്ലല്ലോ അത്, എന്തോ ബേബിക്ക് എന്തോ ഡ്രസ്സൊക്കെ എടുത്തതാണ്. എന്തായാലും ബില്ലടിക്കാം. സ്റ്റുഡിയോ എന്നുള്ള ഷോപ്പിംഗ് കഴിഞ്ഞു. ഇപ്പം തിരിച്ചു പോവാൻ. നമ്മൾ ഓൾറെഡി ലേറ്റായി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ലേറ്റായി. ഇനി വീട്ടിൽ പോയിട്ട് റെഡി ആവുക. എയർപോർട്ടിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി ഓട്ടം തന്നെ ആയിരിക്കും. ഏത് സമയവും എയർപോർട്ടിലേക്ക് വരവും പോക്കും എല്ലാം ഓട്ടത്തിലാണല്ലോ.
സ്റ്റുഡിയോന്ന് ഇറങ്ങണം ഇപ്പോൾ നമ്മൾ. ഓക്കെ, വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പായിട്ട് ഇതാ നൗറിയുടെ വീട്ടിലും കൂടിയും കയറാന്ന് വെച്ച് ഇപ്പം അവിടെയും കൂടി കയറി ഒന്ന് യാത്ര പറഞ്ഞിട്ട് വേണം പോകാൻ. എന്തായാലും പോകണ വഴിയില്ലല്ലേ, അപ്പോൾ അവിടെയും കയറാം. അപ്പോൾ മെയിൻ എന്ന് വെച്ചാൽ നൗറിയുടെ വാപ്പ സുഖമില്ലാതിരിക്കാൻ, അപ്പം എന്തായാലും ആളൊന്ന് കാണണം. ഓൾറെഡി നമ്മൾ ഒരുപാട് ലേറ്റായി, ഇപ്പോൾ 8 മണി കഴിഞ്ഞു. നൗറിയുടെ വാപ്പാനെ കാണണമെന്നുണ്ടായിരുന്നു. ആള് സുഖമില്ലാണ്ടിരിക്കുകയാണ്. സുഖമില്ലാതിരിക്കാന്ന് പറഞ്ഞാല് ആള് വേറെ കുഴപ്പമൊന്നുമില്ല, വണ്ടി ഒന്ന് ചെറുതായി ഒന്ന് തെറ്റിച്ചു. അപ്പൊ അത് കാരണം 1.5 മാസം റെസ്റ്റാണ്, കംപ്ലീറ്റ് റെസ്റ്റാണ്. അപ്പൊ ആളൊന്ന് കാണാനുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ പോകുന്നു, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു. 11:30 ആകുമ്പോഴേക്കും ഇറങ്ങണം. അപ്പം ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഫുൾ ബിസി യാത്രയായിരുന്നു. രാവിലെ ഇറങ്ങി കല്യാണം 2 ഹാളിൽ പോയി, ഇവിടെ നൗറിയുടെ വീട്ടിൽ വന്നു. ഇനി നമുക്ക് നേരെ പോവാം, പാക്ക് ചെയ്യാം, നേരെ എയർപോർട്ടിൽ. ഓക്കെ, അപ്പോൾ നമ്മളുടെ പെട്ടിയെല്ലാം കയറ്റി കഴിഞ്ഞു. വന്നതിന് ശേഷം നല്ല പണിയായിരുന്നു, ലഗേജൊക്കെ പാക്ക് ചെയ്യാനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാ സാധനങ്ങളും വണ്ടിയിൽ കയറ്റി ഇനി എയർപോർട്ടിലേക്ക് പോകാന്നുള്ളതാണ്. ചിഞ്ചു ഇതാ ഓൾറെഡി ബേബിനെ കൊണ്ട് വണ്ടി കയറി. അപ്പോൾ നമുക്കിനി യാത്ര പുറപ്പെടാം എയർപോർട്ടിലേക്ക്. ഇതാ ഓൾറെഡി വരണില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ലൈറ്റ് പോയി അങ്ങോട്ട്. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറങ്ങാനുള്ള ഇതിലാണ്, അപ്പോൾ ഇത വരുന്നില്ല. സെൽഫി ഓക്കെ. അപ്പോൾ ഒരു സെൽഫി എടുത്ത് പോകുന്ന സമയത്ത് ഓക്കെ. ബാക്കിയുള്ള എല്ലാവരും വീട് പൂട്ടിയില്ലേ, ഇറങ്ങിക്കോ. അപ്പം നാദി അടുത്തത് നാദിയുടെ കല്യാണത്തിന്. ഓക്കെ, നാദിയുടെ കല്യാണത്തിന് ഇതേപോലെ അല്ല കേട്ടാ, നേരത്തെ വരും നമ്മൾ വിത്ത് ഫുൾ ടീം. SEZH ഫുൾ ടീം ഉണ്ടാവും. നമ്മൾ എയർപോർട്ടിലെത്തി, പെട്ടി കാര്യങ്ങളെല്ലാം ഇതാ കയറ്റി. അപ്പോൾ നമ്മൾ തിരിച്ച് പോകാനുള്ള റെഡിയായി ഓൾറെഡി. ഓക്കെ, 2 ആൾക്കാർ അവരൊക്കെ എന്തിനോ ചിരിക്കുന്നുണ്ട്. എന്തായാലും നല്ലതാ പോകുന്ന സമയത്ത് ചിരിച്ചോണ്ട് പോകുന്നത്, വേറെ സങ്കടമൊന്നുമില്ലല്ലോ. ആ ബേബി എഴുന്നേറ്റു, ബേബി എഴുന്നേറ്റു. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, ഇനി എമിഗ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്തു. കരയുണ്ട് ഇപ്രാവശ്യം കരയണില്ല. ചിഞ്ചു ഇപ്പോൾ ഓൾറെഡി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അത്യാവശ്യം സാധാരണയുള്ള തിരക്കൊന്നും കാണുന്നില്ല, കുറച്ച് ഡിപ്പാസിൻ്റെ അവിടെ ഒക്കെ തിരക്ക് കുറവായിട്ടാണ് കാണുന്നത്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇതായിട്ട് പോവാം. സനു അങ്ങനെ ഇതാക്കിയ കാരണം ഉണ്ടല്ലോ, ആ പ്രാവശ്യം എനിക്കൊക്കെ സങ്കടം വന്നു. ഞാനൊക്കെ ക്രിസ്മസൊക്കെ ആയതുകൊണ്ടായിരിക്കാം തിരക്ക് കുറച്ച് കുറവാണ്. ബേബി നല്ല ഉറക്കത്തിലല്ലേ, ഇതേ കണ്ണൂർന്നൊക്കെ കിടക്കുന്നു. ആ, നമ്മളുടെ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി, ഇമിഗ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിലാണ്. ബോർഡിങ് ബാക്ക് സൈഡിൽ ഇത് സ്റ്റാർട്ടായി. അപ്പോൾ ബോർഡിങ് സ്റ്റാർട്ടായി. അപ്പോൾ നമുക്കിനി സീറ്റിലാണ് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അടുപ്പിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ കയറാം, നേരെ പറക്കാം നമുക്ക് ദോഹയിൽ. ഓക്കെ, ബേബി ഇത് എൻ്റെ കൂടെ ഇപ്പോൾ എനർജി ആയിട്ട് നിൽക്കേണ്ടില്ല, ഫുൾ എനർജിയിലാണ് ബേബി. അപ്പോൾ ഫസ്റ്റ് ബോർഡിങ്ങിൽ തന്നെ ഇൻഫൻറ്റ്, കുട്ടികൾ, ഫാമിലീസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൽ കയറാം. കാരണം നമ്മളുടെ സീറ്റ് Zone 4 ആണ്, ലാസ്റ്റിൽ വിളിക്കാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ കുട്ടികളുള്ളത് കൊണ്ട് നേരത്തെ ബോർഡിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, നേരെ ലൈനിൽ നിൽക്കാം, ഫസ്റ്റ് തന്നെ കയറാൻ നോക്കാം. ഇത് ബേബി സെൻറ്ററിലാണ് ഈ പ്രാവശ്യം ഇരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കോർണറിലാണ് ഇരുന്നത്.
പ്രാവശ്യം ബേബി സെൻറ്ററിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവളുടെ ആക്സസറീസ് ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ഹെഡ്ഫോണ്, എവിടെയാണ് കുത്താ? ഇവിടെ ഇതിലുണ്ടാവും. അവള് കാണാത്ത പുതിയ ഫിലിമാണ് കാണാൻ പോകുന്നത്. അതെ, പുതിയ സാധനം കാണാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് അറിയാം. കഴിഞ്ഞ പ്രാവശ്യം കണ്ട സിൻഡ്രലായിരുന്നു, പിന്നെ മിനിയൻസ്, അതൊക്കെ അവള് ചിരിച്ച്. പക്ഷെ ഫ്രോസൺ എൽസ കണ്ടത് അവള് കരഞ്ഞ്. പിന്നെ പുതിയ ഫിലിം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടല്ലേ, പുതിയ സിനിമ തുടങ്ങി. കേൾക്കണ്ടാ? സിനിമ കണ്ട് ഉറങ്ങാനുള്ള പ്ലാനാണ് ഗൈസ്. അക്കെടുത്തൊക്കെ ഇട്ടിട്ടൊക്കെ തരുന്നത്. ബേബി സിനിമ ഉണ്ട്, ഉറങ്ങാനുള്ള പരിപാടിയാണ്. ബേബിയുടെ സിനിമ ഓൾറെഡി സ്റ്റാർട്ടായി. ബേബി ഉറങ്ങാനുള്ള പരിപാടിയില്ലാണ്ട. കണ്ണക്കടച്ചാ എന്താ അവള്, എനിക്കും തോന്നുന്നത് അവൾ ഉറങ്ങുന്ന, കാരണം അവൾ ഉറങ്ങാൻ ടൈം ആയിട്ടുണ്ട്. എല്ലാവർക്കും ഫുഡ് കൊണ്ടുവന്ന് ബേബിക്ക് ചൈൽഡ് മീല കൊണ്ടുവന്ന് ബേബി അത് കഴിക്കാണ്ട് ജ്യൂസ് മാത്രം കുടിക്കുക. ബേബി നല്ല ഉറക്കത്തിലാണ്. എല്ലാവരും ഉറങ്ങിക്കൊണ്ടില്ലേ, ഉറങ്ങി, ഞാനും ഉറങ്ങി. സാധാരണ ഉറങ്ങാറില്ല, ഭയങ്കര ക്ഷീണം കിടന്നുറങ്ങി. സിനിമ ഒരെണ്ണം കുറച്ച് ഓടിച്ച് ബാക്കി എന്തായെന്നുള്ളത് അറിയില്ല, അത് നിർത്തി കിടന്നുറങ്ങി. ഉറങ്ങാറില്ല, ഭയങ്കര ക്ഷീണം. ബേബി നല്ല ഉറക്കത്തിലാണ് ഇപ്പോഴും. നമ്മൾ ലഗേജ് എല്ലാം എടുത്ത് പുറത്തിറങ്ങി വെച്ചാൽ ഇനിയിപ്പോൾ അമ്മ വണ്ടിയും കൊണ്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതോടെ നമ്മളുടെ നാട്ടിൽ പോകേണ്ട യാത്ര കഴിഞ്ഞു. ഇനി വീട്ടിൽ പോവുക, ലഗേജൊക്കെ എടുത്ത് നോക്കുക, കിടന്നുറങ്ങുക. അതാണ് നമ്മളുടെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഇനി ഒരു അടുത്തൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബായ്.